ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടേ ഞങ്ങൾ അടിപൊളി മഷ്റൂം ബിരിയാണി ഉണ്ടാക്കിട്ടോ. 2 ദിവസമായി ഞാൻ വൈഫിനോട് പറയുന്നു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ എന്നോട് എന്ത് പറയുന്നു, ചക്ക വറുത്തത് വാങ്ങിച്ചാൽ അപ്പോൾ ഉണ്ടാക്കി തരാം. അങ്ങനെ അന്നേരം അവളെ കൂട്ടി ചക്ക വറുത്ത് വാങ്ങാൻ പോയി. അപ്പോൾ അവിടെ ഭരണി മാത്രമേ ഉള്ളൂ, ചക്ക ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ ആണല്ലോ, പിടിച്ച് വെച്ച് ബിരിയാണി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ റെസിപ്പി അവൾ പറയും. അപ്പം ഞാനൊരു സ്റ്റീൽ കുക്കറാണ് എടുത്തേക്കുന്നത്. ഇനി സ്റ്റീൽ കുക്കർ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാത്രം എടുത്താലും മതി. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും 1 സ്പൂണ് നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നീളത്തിലരിഞ്ഞ സവാളയും കൂടി ആഡ് ചെയ്തിട്ട് വഴറ്റി ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് വഴറ്റി കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് വഴറ്റാം. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ചേർത്തിട്ട് നമ്മളൊന്നും കൂടി മൂപ്പിച്ചെടുക്കാം. ആ മൂപ്പിച്ചതിലേക്ക് ഒരു തക്കാളി പുഴുങ്ങിയത് തൊലി കളഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതും കൂടി ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ പൾപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുവിധം മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂംസ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു മഷ്റൂം 4 ആക്കിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. വലിയ മഷ്റൂംസ് ആയിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച മഷ്റൂംസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയ്ക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കണം, അല്ലെങ്കിൽ ഈ മഷ്റൂമിൽ ആ ഉപ്പ് പിടിക്കില്ല. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മഷ്റൂമിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും. മിക്സ് ചെയ്തതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തിലാണ് വേവിച്ചത്. അപ്പോൾ ആ വെള്ളവും ഗ്രീൻ പീസും കൂടി ഇതിനകത്തേക്കും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കായി വരട്ടെ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. അപ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജായില്ലേ, ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട്, വെള്ളമുണ്ട് അത് കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്യാം. നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഓൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് നമ്മൾ അരി ഒരു 20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്മതി അരി, ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവിച്ചിട്ട് നമ്മൾ ഒരു 3/4 വേവാവണ സമയത്ത് വേവിച്ച് ഊറ്റി വയ്ക്കുക. എന്നിട്ട് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ തൂവിയിട്ടുണ്ട്. നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 വേവായാൽ മതി കേട്ടോ അരി. നമ്മൾ ഈ ചോറൊക്കെ ലെയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഒഴിച്ചു. പിന്നെ നമ്മൾ സവാളയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പിന്നെ ആ മൂപ്പിച്ച സവാളയും കിസ്മിസും ഒക്കെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും വെക്കാം. എനിക്ക് പുതിന കിട്ടിയില്ല, അതുകൊണ്ട് മല്ലിയില മാത്രമേ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് കുക്കറിൻ്റെ ലിഡ് വെച്ച് മൂടിയിട്ട് ഒരു 20 മിനിറ്റ് സിമ്മിൽ, വളരെ കുറഞ്ഞ തീയിൽ, കാരണം അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് താക്കാം, ആ അടി പിടിക്കില്ല. ഒരു 20 മിനിറ്റോളം നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറും കൂടി അങ്ങനെ തന്നെ വയ്ക്കുക തുറക്കാതെ. അത് കഴിഞ്ഞ് നമുക്ക് തുറന്നത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം റൈസൊക്കെ കണ്ടു നല്ല വിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾക്ക് സെർവ് ചെയ്യാം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, അടിപൊളിയായിരുന്നു മഷ്റൂം ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കണ്ടില്ലേ, ഇത് അതിനെ അടി പിടിക്കുമെന്നുള്ള ടെൻഷൻ ഉണ്ടായി. അടിയൊന്നും പിടിച്ചില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, സൂപ്പറാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.